Hi guys, നമുക്ക് question number 24 നോക്കാം. Okay, this question is from sequence and series അല്ലേ, ചാപ്റ്റർ ഇതിൽ എ പിയും ജി പിയും എല്ലാ കോൺസെപ്റ്റും എന്താക്കിയിട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. എന്താ, സപ്പോസ് എ ബി സി ആർ ഇൻ എ പി ആൻഡ് എ സ്ക്വയർ 2b² c² ആർ ഇൻ ജി പി, a less than b less than c and a plus b plus c is equal to 1, then what is 9 into a² plus b² plus c² is equal to. ഇവിടെ എ ബി സി ആർ ഇൻ എ പി എന്ന് പറഞ്ഞത് നമുക്ക് ഇവിടെ 2b ഇസ് ഇക്വൽ ടു എന്താക്കാം, എ പ്ലസ് സി എന്ന് കൊടുക്കാം. അങ്ങനെ 2b ഇസ് ഇക്വൽ ടു എ പ്ലസ് സി കൊടുത്തു കഴിഞ്ഞാൽ ആ സാധനം ഞാൻ എ പ്ലസ് ബി പ്ലസ് സി ഇസ് ഇക്വൽ ടു 1 കൊടുക്കുകയാണ്. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ എന്താ പറയുക, 2b ഇസ് ഇക്വൽ ടു എ പ്ലസ് സി അല്ലെ എന്നല്ലേ പറഞ്ഞത് അല്ലേ. അത് ഈ എ പ്ലസ് സി അല്ലെ, ഈ എ പ്ലസ് സിക്ക് വരുമ്പോൾ എനിക്ക് എന്താക്കാം 2b എന്ന് കൊടുക്കാം. സോ 2b പ്ലസ് ബി ഇസ് ഇക്വൽ ടു എന്ന് കിട്ടും 1 എന്ന് കിട്ടും. സോ 3b ഇസ് ഇക്വൽ ടു 1 എന്ന് കിട്ടി. സോ ബി ഇസ് ഇക്വൽ ടു എന്ത് കിട്ടും, 1/3 എന്ന് കിട്ടും. ഓക്കെ അല്ലേ, ബി ഇസ് ഇക്വൽ ടു 1/3 എന്ന് കിട്ടും. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത് നമുക്ക് എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക, നമുക്ക് പറഞ്ഞിരിക്കുന്നത് a² 2b² ആൻഡ് c² ആർ ഇൻ ജി പി എന്ന് മറ്റൊരു സംഗതി പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമുക്കറിയാം 3 നമ്പേഴ്സ് എ പി ആണെങ്കിൽ എ ബി സി ആർ ഇൻ എ പി 2b ഇസ് ഇക്വൽ ടു എ പ്ലസ് സി, ഇനി എ ബി സി ആർ ഇൻ ജി പി b² ഇസ് ഇക്വൽ ടു എ സി അല്ലെ. ഇവിടെ b² ഇസ് ഇക്വൽ ടു എ സി അല്ല, ഇവിടെ 2b ദ ഹോൾ സ്ക്വയർ ഇസ് ഇക്വൽ ടു അല്ലെ, 2b ദ ഹോൾ സ്ക്വയർ ഇസ് ഇക്വൽ ടു എന്താണ്, യെസ് a² c². ഓക്കെ അല്ലെ, 2b ദ ഹോൾ സ്ക്വയർ അല്ല, 2b² ദ ഹോൾ സ്ക്വയർ അല്ലടാ, 2b² ദ ഹോൾ സ്ക്വയർ ഇസ് ഇക്വൽ ടു a² c². അതായത് 4b⁴ ഇസ് ഇക്വൽ ടു എന്താണ്, യെസ് എ സി ദ ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്തത് എ സി അറിയില്ല, പക്ഷെ എ പ്ലസ് സി ഒക്കെ നമുക്ക് എന്താ അറിയാം, എ സി അറിയില്ല. നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക, യെസ് നമുക്കതിന് ചെയ്യാൻ വേണ്ടി പറ്റാന്ന് പറഞ്ഞാൽ നമുക്ക് എയും സിയും എ ബി സി ആർ ഇൻ എ പി അല്ലെ, എ ബി സി ആർ ഇൻ എ പി എന്ന് പറഞ്ഞിട്ടുണ്ട്. റെഡി അല്ലേ. നമുക്ക് ബി വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, എനെയും സിനെയും കണക്ട് അല്ലെ. അതായത് ബി മൈനസ് ഡി ആയിരിക്കും എ, ബി പ്ലസ് ഡി ആയിരിക്കും എന്ത്, സി. റെഡി അല്ലേ, അല്ലടാ. അപ്പോൾ ഇവിടെ എ ഈസ് ഇക്വൽ ടു എന്തായിരിക്കും, ബി മൈനസ് ഡി ആയിരിക്കും അല്ലെ. സി ഈസ് ഇക്വൽ ടു എന്തായിരിക്കും, ഇവിടെ ബി പ്ലസ് ഡി ആയിരിക്കും. ഓക്കെ അല്ലേ. സോ ഇവിടെ 4b⁴ ഈസ് ഇക്വൽ ടു അല്ലെ, അതായത് ബി മൈനസ് ഡി ഇൻറ്റു എന്താണ്, യെസ് ബി പ്ലസ് ഡി ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ അല്ലേ, ദ ഹോൾ സ്ക്വയർ എന്ന് വരും. റെഡി അല്ലേ, യെസ്. ഓക്കെ, അപ്പോൾ അത്രയായി. അതായത് നമുക്കെന്ന് പറഞ്ഞാൽ അതായത് b² മൈനസ് d² ദ ഹോൾ സ്ക്വയർ എന്ന് വരും, b² മൈനസ് d² ദ ഹോൾ സ്ക്വയർ എന്ന് വരും. റെഡി അല്ലേ. അപ്പോൾ അതിൽ നമുക്കിവിടെ ബിയുടെ വാല്യൂ നമുക്ക് അറിയാം. ഓക്കെ അല്ലേ, ഇവിടെ 4b⁴ ആണ്. ബിയുടെ വാല്യൂ നമുക്ക് എന്താ 1/3 നേടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 1/9 മൈനസ് d² ദ ഹോൾ സ്ക്വയർ ഇസ് ഇക്വൽ ടു 4 ഇൻറ്റു അതാണ് b⁴. ബിയുടെ വാല്യൂ എനിക്ക് അറിയാം, എന്തായാലും ഞാൻ ബി തന്നെ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിലാക്കാം അല്ലേ. അതായത് നമുക്ക് ഇവിടുന്ന് b² മൈനസ് d² അല്ലേ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എന്താണ് 2b² എന്ന് പറയും. അതായത് രണ്ട് സൈഡിലും സ്ക്വയർ റൂട്ട് എടുത്താണ്. ഇവന് ഇപ്പുറത്തേക്കൊന്ന് മാറ്റി, എത്ര ഉള്ളൂ, സ്ക്വയർ റൂട്ട് എടുത്തിട്ട് നമ്മൾ മാറ്റി. അവിടെ ബിയുടെ വാല്യൂ നമുക്കറിയാം എന്താണ് 1/3 ആണ്. അപ്പോൾ b² 1/9 ആണ്. സോ 1/9 മൈനസ് 1/d² ഇസ് ഇക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2 ഇൻറ്റു 1/9 അല്ലേ, അതായത് 2/9 എന്ന് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ d² ഇസ് ഇക്വൽ ടു ഓക്കെ, d² ഇസ് ഇക്വൽ ടു 1/9 മൈനസ് 4 പ്ലസ് ഓക്കെ എന്താണ് 2/9 എന്ന് വരും. അപ്പോൾ അതിൽ d² ഇസ് ഇക്വൽ ടു 1/9 അല്ലെ, നമുക്ക് പ്ലസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 3/9 വരും അല്ലെ. 1 + 2 3/9 എന്ന് പറഞ്ഞാൽ അത് 1/3 തന്നെ. ഓക്കെ, ഇനി അടുത്തത് മൈനസ് കൊടുക്കുകയാണെങ്കിൽ d², അതിൽ പോസിബിൾ ആവില്ല, കാരണം നമ്മൾ d² നെഗറ്റീവ് കൊടുക്കുകയാണെങ്കിൽ മൈനസ് 1/9 എന്ന് വരും. അല്ല, ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ. റെഡിയല്ല, കാരണം d² എന്ന് പറഞ്ഞ സാധനം പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ d ഇസ് ഇക്വൽ ടു എന്താണ്, പ്ലസ് ഓർ മൈനസ് 1/√3 എന്ന് കിട്ടും. മനസ്സിലായില്ലേ, d ഇസ് ഇക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1/√3 എന്ന് കിട്ടും. ഓക്കെ, പിന്നെ ആൾസോ അടുത്ത ഒരു കാര്യം കൂടി പറഞ്ഞു, a ലെസ് ദാൻ b ലെസ് ദാൻ c എന്ന് പറഞ്ഞിട്ടുണ്ട്. റെഡിയല്ലേ, നമ്മളോട് a ലെസ് ദാൻ b ലെസ് ദാൻ c എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ a ആണ് ചെറുത് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ d ഇസ് ഈക്വൽ ടു എന്താണ്, മൈനസ് അല്ല, എന്താ എടുക്കേണ്ടത്, a ചെറുതല്ലേ, a ചെറുതാണ് ബിനേക്കാളും എന്നാ പറയുക. അപ്പോൾ d ഇസ് ഈക്വൽ ടു നമ്മൾ 1/√3 എന്നാണ് കൊടുക്കേണ്ടത് അല്ലേ. ഓക്കെ, d ഇസ് ഈക്വൽ ടു പോസിറ്റീവ് ആയിരിക്കും അല്ലേ, പോസിറ്റീവ് ഇൻക്രീസിങ് എ പി ആണെങ്കിൽ d എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ a ഇസ് ഈക്വൽ ടു b മൈനസ് ഡി, അല്ലാതെ b എന്ന് പറഞ്ഞാൽ 1/3 മൈനസ് എന്താണ് 1/√3.
ആൻഡ് ഡി ഈസ് ഈക്വൽ ടു എന്താണ് 1/3 പ്ലസ് 1/√3. റെഡി അല്ലേ? അപ്പോൾ എന്തുകൊണ്ടായിരിക്കും നമ്മളവിടെ പോസിറ്റീവ് കൊടുക്കാനുള്ള റീസൺ? നെഗറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ നിങ്ങൾ ചെയ്ത് നോക്കുക, നെഗറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ എ ബിനേക്കാളും വലുതാവും. ക്ലിയർ ആയില്ലേ? എ എന്ന് പറഞ്ഞാൽ ബി മൈനസ് ഡി ആണ് അല്ലേ? സോ ബി -1 വരുന്നത് ബി പ്ലസ് 1/√3 എന്ന് കിട്ടും. അഥവാ 1/3 പ്ലസ് 1/√3 അത് ഇതിനങ്ങൾ വലുതാണ്, അതുകൊണ്ടാണ്. ഓക്കെ അല്ലേ? അപ്പോൾ എ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 1/3 മൈനസ് 1/√3 എന്ന് കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡിയും എന്താണ് 1/3 പ്ലസ് 1/√3 എന്ന് കിട്ടി. റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫൈനൽ നമുക്ക് കണ്ടുപിടിക്കുന്നത് 9 ഇൻറ്റു എന്താണ്? യെസ്, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആണ്. ഓക്കെ. അഥവാ 9 ഇൻറ്റു എ എന്ന് പറഞ്ഞ സാധനം എന്തായിരുന്നു? 3 മൈനസ് 1/√3 ദ ഹോൾ സ്ക്വയർ അല്ലേ? ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/9, സോറി 1/3 അല്ലെ, 3 അല്ല 1/3 മൈനസ്. ഓക്കെ അല്ലേ? ഇതെന്താ 1/3 പ്ലസ് 1/√3 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. റെഡിയല്ലേ? സോ 9 ഇൻറ്റു ഓക്കെ ഇതെന്താ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അല്ലേ എന്ന് പറഞ്ഞാൽ 2 ടൈംസ് എന്താണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. അഥവാ 2 ടൈംസ് 1/9 പ്ലസ് 1/3 ആണ്. ഓക്കെ അല്ലേ? പ്ലസ് 1/9 എന്നത് വരും. റെഡിയല്ലേ? നമ്മൾ എന്താക്കുക, ഇതിനെ പരമാവധി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യു വിൽ ഗെറ്റ് ദ ആൻസർ. റെഡിയല്ലേ? വേണമെങ്കിൽ ഞാൻ സിംപ്ലിഫൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ 2/9 അല്ല, 2/9 പ്ലസ് 1/3/9, 3/9 1/3 എന്ന് വരും. പ്ലസ് ഇവിടെ എന്തുണ്ട്? ഒരു 2/3 ഉണ്ട് അല്ലേ? അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ന് കിട്ടി? 9 എന്ന് കിട്ടി. സിമ്പിൾ, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ് എന്ന് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. പക്ഷേ ആദ്യം ഒരു ഐഡിയ കത്താറുന്നുണ്ടാവും, കുറച്ച് ടൈം എടുക്കും. ഓക്കെ. സോ നമുക്ക് 25ാമത്തെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എന്താക്കാം ചെയ്യാം.